ഒരു കപ്പ ഇറച്ചിയും പുഴുങ്ങാൻ പോവാണ്. ചിലർ കപ്പ ബിരിയാണി എന്നും പറയും. നമ്മളതിനുള്ള കപ്പ പൊളിച്ച് കൊത്തി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇറച്ചി വെട്ടി കഴുകി ക്ലീനാക്കി കൊണ്ടുവന്നിട്ട് ഇറച്ചി മേടിക്കുമ്പം എല്ലോടുകൂടി ഇറച്ചി മേടിക്കണം കപ്പയ്ക്കകത്തിട്ട് പുഴുങ്ങാനായിട്ട്. 1 കിലോ ഇറച്ചിയുണ്ട്. 1 കിലോ കപ്പയും കൊത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ചേർക്കാനുള്ള സാധനങ്ങളാണ് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1.5 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ഇത് ചേർക്കാനാണ്. കരിവേപ്പില, കപ്പയ്ക്കരയ്ക്കാനുള്ള തേങ്ങയാണ് ഈ 1 മുറി. ഇപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഇതിൻ്റെ പച്ചമണം മാറാനായിട്ട് ഈ ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കും. ഇഞ്ചി എടുക്കുന്നില്ല, ബാക്കിയൊക്കെ ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ഇടാം. ബാക്കിയെല്ലാം കൂടെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറാനായിട്ട് ചട്ടി ചൂടാക്കാൻ വെച്ചിരുന്നതാണ്. ചെറുതായിട്ട് ആ പച്ചമണം മാറാൻ ചൂടാക്കി എടുത്താൽ മതി. നമുക്കിനി ഇറച്ചി ഇഞ്ചി ഇട്ടു. ഇനി ഈ ഇറച്ചി കുക്കറിലേക്ക് ഇടാം. കുക്കറിലേക്ക് ഇട്ട് അരപ്പ് വിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ വെന്തെല്ലേന്ന് ഇറച്ചി വിടുന്ന വരുമ്പം വേകണം. ഈ ചൂടാക്കിയ പൊടി നമ്മൾ ഈ കുക്കറിലെ ഇറച്ചിക്കകത്തോട്ട് ഇടുകയാണ്. വേകാനായിട്ട് സമയമെടുക്കും. അതിൻ്റെ ശകലം വിനാഗിരി ഒഴിക്കുക. ഇനി ഇതിൽ ഉപ്പും കൂടി ഇട്ട് വേപ്പിലയും ഇട്ട് നമ്മൾ നികത്ത വെള്ളം ഒഴിക്കുക. കഴുകി വാരി കൊട്ടയെ വെച്ച് ഉള്ള വെള്ളം മുഴുവനും കളഞ്ഞതാണ്. ഇനി ഇറച്ചി നല്ലപോലെ വേകാനുള്ള വെള്ളവും കൂടി ഒഴിക്കുക. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് കപ്പയ്ക്ക് അരയ്ക്കാനുള്ള അരപ്പിനാണ്. നമ്മൾ ഇറച്ചിക്ക് അരപ്പൊക്കെ ചേർത്താണ് ഇനി കപ്പയ്ക്ക് അരയ്ക്കേണ്ടത്. അതിന് തേങ്ങ ഉമ്മയും കാണിച്ചായിരുന്നു 1 മുറി തേങ്ങ. ആ തേങ്ങ, ഗരം മസാല, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണേ ഉള്ളൂ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, 2 പച്ചമുളക്. ഇത് അരച്ചെടുക്കണം. 1/4 വേവ് വേവിച്ച് കപ്പ ഇവിടെ വെച്ചിരിക്കുകയാണ്. നല്ലപോലെ മുഴുവൻ വേകണ്ട. ബാക്കി ഇനി നമ്മൾ ഈ ഇറച്ചിച്ചാറും ഇറച്ചിയും കൂടി ഇട്ടിട്ട് ഇതിൽ കിടന്ന് വേണം കപ്പ വേകാൻ. അപ്പോൾ അതിലോട്ട് നല്ലപോലെ ചാറെല്ലാം പിടിച്ച് നെയ്യും എല്ലാം കൂടെ ഇറങ്ങി പിടിക്കും. കപ്പയ്ക്ക് ചേർക്കാനുള്ള അരപ്പ്, അതിൻ്റെ അകത്ത് ഇടാനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇടും. അരപ്പ് ചതച്ചെടുത്തതേ ഉള്ളൂ. ആ പാത്രത്തിൽ കൊള്ളാത്തതുകൊണ്ട് ഉരുളിയിലോട്ട് മാറ്റി ഇങ്ങനെ ഇവിടെ ഇരുന്ന് അരപ്പും കപ്പയും എല്ലാം കൂടെ വെന്ത് കഴിയുമ്പോൾ നമുക്കതെടുക്കാം. മൂടി വയ്ക്കുകയാണ്. അങ്ങനെ കപ്പ ഇറച്ചിയും വെന്തു. ഓരോ നാട്ടിലും ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചിലർ തേങ്ങ വറുത്തരയ്ക്കും, ഞങ്ങൾ പച്ചക്കരയ്ക്കും. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കപ്പയും ഇറച്ചിയും കൂടെ കിടന്ന് വേകണം. ഇറച്ചി വെന്ത് കഴിഞ്ഞ് കപ്പയിട്ടാൽ കപ്പയുടെ ടേസ്റ്റ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇറച്ചിയുടെ കുറേ വെള്ളത്തിലേക്ക് കപ്പയും പകുതി വേവായ കപ്പയും ഇട്ട് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ കപ്പ ഇറച്ചിയും നല്ല ടേസ്റ്റായ കപ്പ ഇറച്ചിയും ഉണ്ട്. ഇനി നമുക്ക് ഇത് ഇച്ചിരി ഒരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.